ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അതെ. അപ്പൊ ഗൈസ്, നമ്മൾ ഇത് ചെയ്യാൻ പോണത് വേറൊന്നുമല്ല, നമ്മൾ പഴം വറുക്കാൻ പോണേന്ന്. അപ്പൊ പഴം വറുക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് പഴം. 2 പഴമുണ്ട്. നമ്മ ഈ 2 പഴം വെച്ചാണ് ഗൈസ്. അപ്പൊ ഞങ്ങൾക്ക് ആദ്യം പഴം പൊളിക്കാം. ഗൈസ്, ഇഷന്റെ അനിയത്തിയായിട്ട് വരും. ഇഷന്റെ അനിയത്തിയാണെങ്കിലും എന്റെ അത്ര ബുദ്ധിയൊന്നും കിട്ടിയിട്ടില്ല. ഇഷ പറയണ പോലെയാണ് നമ്മ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. പഴം വറുത്തത്. നമ്മ അങ്ങനെ പഴം മൊത്തം മുറിച്ചിരിക്കുന്നു. ഇനി നമ്മൾ പാൻ എടുക്കണം. പാൻ എടുത്തിട്ട് വറുക്കണം. പഴം വറുക്കണേക്ക് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് വ്ളോഗ് ഒന്നും എടുത്ത് ശീലമില്ല. പക്ഷെ ഇഷ അങ്ങനെയല്ല. ഇഷ ഭയങ്കര ബ്ലോഗറായിരുന്നു. പിന്നെ സാഹചര്യം ഇഷയുടെ അക്കൗണ്ടാണ്. ഇഷ പറയണ വഴി കൂടി പോണവര് മൊത്തം ഇഷക്ക് ടാറ്റ തരുമെന്നാണ്. നിന്നെ വഴി കൂടി പോണ കൊറേ ആൾക്കാർ ഇഷക്ക് ടാറ്റ കൊടുത്തെന്നൊക്കെ പറയാം. പക്ഷെ ഇഷ വെറും കള്ളൂന്ന് പറയണ ഈശാന. ഇഷ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിക്കണോണ്ട് നല്ല രീതിക്ക് ഇംഗ്ലീഷ്. ഇഷ 2 വാക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞേ. ഓ, അതത്ര അറിയോളാം. വേറെ എന്തൊക്കെ അറിയാം? ക്യാൻസറാ? അതെന്താ? ഗൈസ്, ഇതൊരു നടപടിയാവില്ല. നമുക്ക് പഴം വറുക്കാം. ഗൈസ്, ഇഷ ഇംഗ്ലീഷ് ആര്യാന്ന് പറയണം. ആദ്യം തന്നെ എന്തൊട്ട് ചെയ്യണ്ട. ഗൈസ്, ഇഷക്ക് ചെറിയ വാനാണ്. അവിടെ നമ്മൾ ചെറിയ വാന കൊടുക്കണം. നീ നെയ്യ് ഒഴുക്കി. നെയ്യുണ്ടല്ലോ, കത്തിക്കണ സാധനമില്ലല്ലോ. തീ കൊടുക്കണം. ഇഷക്ക് തീ കൊടുക്കാമെന്ന് പറഞ്ഞോണ്ട് ഞാൻ തന്നെ കൊടുക്കണത്. സ്പൂൺ എടുക്കണോന്നൊക്കെ ഈശ പറയണം. ഈശ എന്താ പറയണം അതാണ് നമ്മ ഇന്ന് ചെയ്യാൻ പോണത്. അങ്ങനെയാണ് നമ്മ ഈ ഒരു പഴം വറുത്തത് റെഡിയാക്കാൻ പോണത്. സ്പൂൺ കിട്ടി. ഗൈസ്, അപ്പൊ നമ്മുടെ ചാനൽ 1K ആയിട്ടോ. അതാണ് നമ്മ വ്ളോഗൊക്കെ തുടങ്ങിയത്. താങ്ക്സ് പറ. അതെ, അതൊക്കെ അത്രേ ഉള്ളൂ. ഈ പഴം വറുത്ത് കഴിച്ചാലുള്ള ഗുണം എന്തൊക്കെയാണെന്നറിയോ? ശക്തി. ഇഷക്ക് ഇതൊക്കെ പേടിയാണ്. അവള് മാറിക്ക്. അത് വെറുതെ അങ്ങോട്ട് ഇട്ടെ. എല്ലാം ഇട്. അങ്ങനല്ല, ഇങ്ങനെ ഇട്ടാ മതി. പഴം വറുക്കാൻ ഭയങ്കര എളുപ്പമാണ്. പിന്നെ ഇങ്ങനെ പൊട്ടിത്തെറിക്കും. നല്ല രീതിക്ക് കൂടിപ്പോയി അപ്പൊ സംഭവം സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന. ഇത് നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കണം. ഇതിന്റെ ഇളക്കെല്ലാണ് എല്ലാം ഇരിക്കുന്നത്. അപ്പൊ നമ്മ നല്ല രീതിക്ക് തന്നെ ഇളക്കണം. അതിന്റെ അർത്ഥം ഇതിന് കളറൊക്കെ മാറി വരുന്നുണ്ട്. നമ്മ ഇതില് ചോക്ലേറ്റ് ഒക്കെ ഇടണം. നമുക്ക് മറ്റേ ചോക്ലേറ്റ് ഇടാം. അപ്പൊ നമ്മളെ ഇതുപോലെ സപ്പോർട്ട് ചെയ്താൽ നമ്മ ഇനി നല്ല നല്ല വീഡിയോസ് ഒക്കെ ഇടണം.
ഇതാണ് മുതലെടുക്കണത്. ഫുഡ് ചാലഞ്ചാ. അതൊക്കെ കഥയിലില്ലാത്ത കാര്യങ്ങളൊക്കെയാണ്. Yeah guys, this is a real game. Yes guys, ഞങ്ങൾ അതെ. ഓ ഗായ്സ്, ഇവളെ ബിഗ് ബോസ് വിട്ടാലോ നമുക്ക്? പാച്ചോറ് പോലെ ഇങ്ങനെ കുറച്ച് പഞ്ചസാര എടുത്തോന്നെ. ഷുഗർ ഇതെന്തിനായിട്ടാണെന്ന് വെച്ചാ അതെ. ഇനി തിളക്കിയത് കരിയോന്നാണ് നമുക്ക് തോന്നണം. ചെറിയ ഓ ഗൈസ്, കരിഞ്ഞു തുടങ്ങി. നമ്മളിപ്പോ ഓഫ് ചെയ്യണം. ഞാൻ ഇട്ടുതരാം. ബാക്കി വീഡിയോ എടുത്തു. നമ്മുടെ പല്ലൊക്കെ പോയിരിക്കണോ? അതോട്ട് ഇടാൻ കുറച്ച് പാടായിരിക്കും. രീതിക്ക് ഡെക്കറേറ്റ് ചെയ്യണം. കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് അടിപൊളി. അങ്ങനെ നമ്മ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ വെറൈറ്റി. അതെ, നടപ്പത്തൊന്നെടുത്തല്ലേ ഇപ്പ ചവച്ചിട്ട് പോലുമില്ല. അതിന് മുമ്പ് ടേസ്റ്റ് പറഞ്ഞട്ടാ. സത്യസന്ധമായിട്ട് പറ, എങ്ങനെയുണ്ട്? നീ കള്ളം പറ, എങ്ങനെയുണ്ട്? അക്കം പിടിക്കോ ഇല്ലേന്ന് നമുക്ക് കാണാം, കണ്ടറിയാം. അതിന്റെ ബ്ലോഗ് ഉടനെ വരുന്നതായിരിക്കും. പക്ഷെ അതൊക്കെ ഇസബെല്ല സ്കൂളിലെ കലാവിരുദ്ധ. അതെ അതെ, ഇത് നമ്മ ഉണ്ടാക്കിയോണ്ട് പറയണല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അതെ, കാണാൻ നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗി. എന്താ ഭംഗി! അതെ, ചോക്ലേറ്റിലാണ് ഇതിന്റെ എല്ലാം ഇപ്പൊ ഇരിക്കണത് തന്നെ. നല്ല നല്ല വ്ളോഗ് വേണമെങ്കിൽ നമ്മുടെ ചാനൽ പറ, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഓക്കെ.